നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. 2027 അടുത്ത ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉള്ളത്. ആ വേൾഡ് കപ്പ് കളിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. പക്ഷേ അതുവരെ അവർ ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചിരുന്നു. ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ തന്നെ അത്തരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള ചില ഫീലിങ്സ് വരുന്ന രൂപത്തിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നൊക്കെ വാർത്തകൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഗൗതം ഗംഭീർ തൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. അവർ രണ്ടുപേരും വേൾഡ് ക്ലാസ് പ്ലെയേഴ്സാണ്, അവർ ടീമിനോടൊപ്പം തുടരണം. യെസ്, ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ആരാ പ്ലെയർ ഓഫ് ദി സീരീസ് ആയത്, ഇന്ത്യയുടെ ടോപ്പ് റൺ ഗെറ്റർ ആയത്? അത് രോഹിത് ശർമ്മയാണ്. സൗത്ത് ആഫ്രിക്കക്കെതിരെ ഈ ഏകദിന സീരീസിൽ ആരാ ടോപ്പ് റൺ ഗെറ്റർ, ആരാ പ്ലെയർ ഓഫ് ദി സീരീസ്? അത് വിരാട് കോഹ്ലിയാണ്. ഈ രണ്ട് പേര് അവരുടെ എക്സ്പീരിയൻസ് അടുത്ത വേൾഡ് കപ്പിലേക്ക് ടീം ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഇപ്പോൾ കോച്ചും പറയുന്നു അവർ തുടരണമെന്ന്. എന്തായാലും ഗൗതം ഗംഭീറിന്റെ ഇന്നലത്തെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ദേ ആർ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ്. അവരുടെ എക്സ്പീരിയൻസ് ഡ്രസ്സിംഗ് റൂമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറെ കാലമായിട്ട് അവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ദേ ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദി സെയിം. അത് അവർക്ക് ഇനിയും തുടരാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. which is going to be important in 50 over format എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അവരുടെ ഈ ഒരു എക്സ്പീരിയൻസും അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും 50 ഓവർ ഫോർമാറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്കത് തുടരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അവരത് തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ഗൗതം ഗംഭീർ പറയുമ്പോൾ അതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അടുത്ത വേൾഡ് കപ്പിലേക്ക് ഒരു മെസ്സേജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്തായാലും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് യു ഗോട്ട് ടു റിയലൈസ് ദാറ്റ് ദി ODI വേൾഡ് കപ്പ് ഈസ് 2 years away. അതുകൂടി അദ്ദേഹം അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട്. 2 വർഷത്തിനപ്പുറമാണ് ഇനി വേൾഡ് കപ്പ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രസന്റിൽ നിൽക്കാം. എന്തായാലും യങ് ബോയ്സ് നല്ല രൂപത്തിൽ ഈ ഒരു ടീമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മറക്കാതിരിക്കുക. ഇപ്പോൾ സമൺ ലൈക്ക് ഋതു നല്ല രൂപത്തിൽ കളിച്ചു. അദ്ദേഹത്തിന്റെ പൊസിഷനിലല്ല ബാറ്റ് ചെയ്തത്, പക്ഷേ അദ്ദേഹം ഒരു ക്വാളിറ്റി പ്ലെയർ ആണ്. അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഈ സീരീസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. കാരണം അദ്ദേഹം ഇന്ത്യ എക്കൊപ്പം മികച്ച രൂപത്തിലാണ് പെർഫോം ചെയ്തിരുന്നത്. അദ്ദേഹം ആ ഓപ്പർച്യൂണിറ്റി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അണ്ടർ പ്രഷറിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു. അത്തരത്തിലുള്ള ഒരു സെഞ്ചുറി അദ്ദേഹം നേടി. അതൊരു പ്രോപ്പർ ക്വാളിറ്റിയാണ്. യശസ്വിയുടെ കാര്യത്തിലും നമ്മൾ കണ്ടു അവന്റെ ക്വാളിറ്റി. സോ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്, പക്ഷെ ഇപ്പൊ അവൻ ODIയിലും മികവ് കാണിക്കുന്നു. ജസ്റ്റ് ദി സ്റ്റാർട്ട് ഓഫ് ഹിസ് കരിയർ, എസ്പെഷ്യലി ഇൻ വൈറ്റ് ബോൾ ക്രിക്കറ്റ്. ഹോപ്പ്ഫുള്ളി he has massive future ahead and so does ഋതു എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.